ശബരി റെയിൽ പദ്ധതി നിർമ്മാണം തുടങ്ങിയിട്ട് 2 പതിറ്റാണ്ടാകുന്നു. മലയോര റെയിൽ പദ്ധതി സംബന്ധിച്ച ചർച്ചകൾ തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രമാണ് നടന്നത്. ഭൂമി ഏറ്റെടുക്കാൻ നടപടി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ സർക്കാർ പറഞ്ഞെങ്കിലും നിലവിൽ എങ്ങും എത്തിയില്ല. കാണാം സ്പെഷ്യൽ റെസ്പോൺസ്. ഓരോ സർക്കാരുകളും മാറി മാറി അധികാരത്തിലെത്തുമ്പോൾ അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും ഏറ്റവും വലിയ ചർച്ചയായി മാറുന്ന ഒന്നാണ് ശബരി റെയിൽ പാതയും അതുമായി ബന്ധപ്പെട്ട പദ്ധതികളും. 1998 ശബരി റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണങ്ങൾ തുടങ്ങുന്നതും ചർച്ചകൾ ആരംഭിക്കുന്നതും. അങ്കമാലിയിൽ തുടങ്ങി എരുമേലിയിൽ അവസാനിക്കുന്ന ഈ റെയിൽപാത 6 ജില്ലകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏകദേശം 11 റെയിൽവേ സ്റ്റേഷനുകൾ. അന്ന് തുടങ്ങുമ്പോൾ പദ്ധതിക്ക് കേവലം 200 കോടിയും അതിനും അപ്പുറത്തേക്ക് ഇല്ലായിരുന്നു ചിലവ്. ഇപ്പോൾ കണക്ക് പറഞ്ഞു വരുമ്പോൾ ചിലവ് ഏകദേശം 800 കോടിയിലധികമാണ് പറയുന്നത്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉടൻ നടക്കും എന്നൊക്കെ അധികാരത്തിലിരിക്കുന്ന സർക്കാരുകൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 10 വർഷവും LDF സർക്കാർ അതുതന്നെയാണ് പറഞ്ഞത്. ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിന് തൊട്ട് മുമ്പും ബഡ്ജറ്റിന് ശേഷവും ചില തെരഞ്ഞെടുപ്പുകൾ ആരംഭിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങുമ്പോഴുമൊക്കെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ തഹസീൽദാർ ഉൾപ്പെടെയുള്ളവരെ ഏർപ്പെടുത്തുന്ന പതിവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, ഈ പദ്ധതി വളരെ വേഗത്തിലൊന്നും തുടങ്ങുക ഇല്ല എന്ന്. എന്തായാലും കേരളത്തിലെ MPമാരെല്ലാം കൂടി തീരുമാനിച്ചിരിക്കുന്നു ശബരി റെയിൽപാതയുമായി മുന്നോട്ടു പോകുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്താൻ. എപ്പോഴും ഒരു രാഷ്ട്രീയ വസ്തുവായും ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയവുമായി മാറുന്ന ഒരു പദ്ധതിയാണ് ശബരി റെയിൽ പദ്ധതി. കാരണം ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകരാണ് ഇതിൽ വലിയ ചർച്ചയായി മാറുന്നത്. പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന ഒരു ശബരിമല തീർത്ഥാടകന് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ എരുമേലി വഴി പമ്പയിൽ എത്തിച്ചേരാൻ കഴിയും എന്നാണ്. ചർച്ചകളെല്ലാം പല രീതിയിൽ പല തരത്തിലൊക്കെ നടന്നു. വിഷൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളും ശരിയാണ്. പക്ഷേ ആകെ കാലടിയിൽ, അതായത് അങ്കമാലിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ പണിതത്. പിന്നെ കുറേ സ്ഥലങ്ങളിൽ ഭൂമി ഏറ്റെടുത്തു, പേരിന് റെയിൽപാതകളും പണിതു. പിന്നീട് ഒന്നും സംഭവിച്ചിട്ടില്ല. പണിത റെയിൽവേ സ്റ്റേഷൻ കാട് കയറി നശിക്കുകയുമാണ്. ഇതാണ് ശബരി റെയിൽ പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതുമായി ബന്ധപ്പെട്ട് ഓരോ MPമാരും ഓരോ MLAമാരും ഓരോ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമൊക്കെ സമ്മർദ്ദം ചെലുത്തുന്നത് ഓരോ പ്രാവശ്യവും നമ്മൾ കാണുന്നതാണ്. ഇവിടെ ഒരു കാര്യം രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കാരണം മലയോര മേഖലയിലൂടെ ഒരു റെയിൽപാതയില്ല. പ്രത്യേകിച്ചും ഇടുക്കിയിലെയും എറണാകുളത്തിൻ്റെയും തൃശ്ശൂരിൻ്റെയും ഒക്കെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക്. ഈ പാത കോട്ടയത്തിലൂടെ കടന്നു പോകുന്നു. അതും വനവും അതുപോലെ തന്നെ മലയോര മേഖലയും ഒക്കെ ചേരുന്ന ഭാഗത്തുകൂടി. വലിയ തരത്തിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്നില്ല. ഏകദേശം എരുമേലിക്ക് അടുത്ത് റാന്നി വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഭൂമി അളന്നു തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ നടത്തിയാൽ മതിയാകും എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങളൊക്കെ 10-20 വർഷം മുമ്പ് നടത്തി, പക്ഷേ ഇപ്പോൾ അത് നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും വീണ്ടും ശബരി റെയിൽപാത രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുകയാണ്. BJPയും കോൺഗ്രസും CPIM ഒക്കെ ശബരിമല റെയിൽപാതയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന പതിവുണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏകദേശ ധാരണയിലെത്തിയതാണ്. പകുതി ചെലവ് വഹിക്കാം എന്നുവരെ എത്തിച്ചേർന്നിരുന്നു. പക്ഷേ പിന്നീട് ഒരു കാര്യങ്ങളും മുന്നോട്ട് പോയില്ല. അത് ഏകദേശം നിലച്ച മട്ടിലാണ്. ഇപ്പോൾ വീണ്ടും സംസ്ഥാനത്തെ MPമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിന് പിന്നിൽ രാഷ്ട്രീയമാണോ, രാഷ്ട്രീയ നേട്ടമാണോ, അതോ നാടിൻ്റെ വികസനമാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്ന് പറയുമ്പോൾ മലയോര മേഖലയിലുള്ള ആളുകൾ ചോദിക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നം റെയിൽവേ ഉന്നയിക്കപ്പെടുന്നത് ശബരിമല തീർത്ഥാടകർക്കൊപ്പം
ചരക്കു നീക്കം എന്നതിനെക്കുറിച്ച് കൂടി ചിന്തിക്കണം. റെയിൽവേ പദ്ധതിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ പാത കുറച്ചുകൂടി മുന്നോട്ട് നീട്ടണം, പാറശാല വരെയെങ്കിലും നീട്ടണം, ഇങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ റെയിൽവേയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ മാത്രം ചർച്ച ചെയ്യും, പിന്നീട് അത് ഒരു അടഞ്ഞ അധ്യായമായി മാറും. എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ മലനാടിൻ്റെ വികസനം പറയുന്ന സമയത്തൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പഥമായി മാറിയിരിക്കുകയാണ് ശബരി റെയിൽപാത. 6 ജില്ലകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്, അത് മലയോര കർഷകർക്കാണ്. ശബരിമല തീർത്ഥാടകരെ പോലെ തന്നെ മലയോര കർഷകർക്കും ഈ പദ്ധതി വളരെയധികം സഹായകരമായി മാറും. കാരണം ചരക്കു നീക്കം തന്നെയാണ് ലക്ഷ്യം. ഇനി പ്രവാസി മലയാളികൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ പാത പ്രയോജനകരമാകും. കാരണം ആറന്മുള വിമാനത്താവള പദ്ധതി ഇപ്പോൾ ഏകദേശം നിലച്ച മട്ടിലാണ്. കൊച്ചിയിലെത്തുന്ന പ്രവാസികൾക്ക് കോട്ടയത്തോ പത്തനംതിട്ടയിലോ ഒക്കെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു എളുപ്പമാർഗമായി ഈ ശബരി റെയിൽപാതയെ ഉപയോഗിക്കുകയും ചെയ്യാം. നിലവിൽ എന്തായാലും ചർച്ചകൾ മന്ദഗതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം MP-മാർ മുഖ്യമന്ത്രിയെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ട്. എപ്പോഴും ഈ വിഷയത്തിൽ കൂടിക്കാഴ്ചകൾ നടക്കുന്ന പതിവുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രിമാരൊക്കെ ഡൽഹിയിലെത്തുമ്പോൾ കേന്ദ്ര റെയിൽ മന്ത്രാലയവുമായി ചർച്ച നടത്തുന്ന പതിവുമുണ്ട്. പക്ഷേ ചർച്ചകളിൽ എല്ലാം ഒതുങ്ങുന്ന പതിവാണ്. കേവലം ഒരു ശബരി റെയിൽ പദ്ധതി മാത്രമല്ല ഇത്, ഒരു വലിയ വികസനമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്താൽ നന്നാവും. കാരണം എരുമേലി വിമാനത്താവള പദ്ധതിയും ആറന്മുള വിമാനത്താവള പദ്ധതിയും ഏകദേശം നിലച്ച മട്ടിലാണ്. ഇനിയുള്ളത് ശബരി റെയിൽ പദ്ധതിയാണ്. അത് യാഥാർത്ഥ്യമാവുകയാണ് എന്നുണ്ടെങ്കിൽ ശബരിമല തീർത്ഥാടകർക്ക് മാത്രമല്ല, മലയോര മേഖലയിൽ താമസിക്കുന്ന സാധാരണ ആളുകൾക്കും വളരെയധികം ഉപയോഗപ്രദമാകും. രാഷ്ട്രീയ ചർച്ചകൾ നല്ലതാണ് ഒരു വികസനത്തിന് വേണ്ടി. എന്നാൽ ശബരി പദ്ധതിയുടെ കാര്യത്തിലുള്ള ചർച്ചകൾ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി, എങ്ങും എത്തുന്നില്ല, ആരും ഉത്സാഹവും കാണിക്കുന്നില്ല. കേവലം തുടക്കത്തിൽ മാത്രമുള്ള ചർച്ചകളായി മാറുകയാണ് ശബരി പദ്ധതി.